ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ള ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. പച്ച തേങ്ങ അരച്ചിട്ട് നമ്മൾ വറക്കുന്നൊന്നുമില്ല, അത് കാരണം തന്നെ വളരെ ഈസിയാണ്. പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് അപ്പം, പൊറോട്ട, ചപ്പാത്തി, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടു നോക്കാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 1-2 പച്ചമുളക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാൻ. ഇതിലേക്ക് സവാള നന്നായിട്ട് വഴന്നു വരുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് നാളികേരം ഫ്രഷായിട്ട് ചിരകിയതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്തിട്ട് വെള്ളം ചേർത്ത് അരയ്ക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക കേട്ടോ. നന്നായി മൂത്ത് വരണം. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് എല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഫ്ലെയിം കൂട്ടരുത്, അപ്പോൾ പൊടികൾ കരിഞ്ഞു പോവും. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 1.5 തക്കാളി ചേർക്കാം. പുളിക്കനുസരിച്ച് ചേർക്കാം കേട്ടോ. നല്ല പുളി ഉണ്ടെങ്കിൽ 1 ചേർത്താലും മതി. ഇതിലിങ്ങനെ കുറേ തക്കാളിയുടെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴറ്റുക. തക്കാളി വഴന്നിട്ട് നന്നായിട്ട് എണ്ണ തെളിയണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തളിക്കുക, എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തളിച്ചിട്ട് അടച്ചു വെക്കുക. അപ്പോൾ പെട്ടെന്ന് അത് വെന്ത് നന്നായിട്ട് എണ്ണ തെളിയും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ആ അരപ്പ് ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഉപ്പും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുള്ള വെള്ളം ചേർക്കുക കേട്ടോ. ഒരു കപ്പോളൊക്കെ ചേർക്കാം. അത് നിങ്ങൾക്ക് ഗ്രേവിക്ക് കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. അപ്പോൾ അരപ്പ് ഒന്ന് നന്നായിട്ട് വഴറ്റണം കേട്ടോ. അതിൻ്റെ ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂ. അപ്പോൾ അരപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി തന്നെ വേണം. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിയിട്ട് അതിലത്തെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം കേട്ടോ. അരപ്പിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ചേർക്കുക. അത് ഫ്ലേവറിനനുസരിച്ച് ചേർക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂണിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മുട്ട ചേർക്കുക. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഫ്രഷ് ആയത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 മുട്ടയെ ചേർക്കുന്നുള്ളൂ. ഇതിൽ 4 മുതൽ 5 മുട്ട 6 മുട്ട വരെയൊക്കെ ചേർക്കാം കേട്ടോ. എനിക്കിപ്പോൾ 3 മുട്ടയുടെ ആവശ്യമുള്ളൂ, അതിനനുസരിച്ചാണ് ചേർത്തത്. എന്നിട്ട് മുട്ട വേവിച്ചത് ഒന്ന് വരഞ്ഞിട്ട് ചേർക്കുക കേട്ടോ. ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കും. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയായി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്